തെസ്നിയെ കണ്ടപ്പോഴേ അതിന് ഓർത്ത് നമ്മുടെ ഈ ടിനി ടോം ഇല്ലേ, ടിനി ടോം പുള്ളിയുടെ ഇവിടെ വന്നിരുന്നു. അപ്പൊ ഒരു അപവാദം പറഞ്ഞു, ഇത് ഫ്ലൈറ്റിൽ വെച്ചിട്ട് എന്തോ തെസ്നിയെ പേടിപ്പിച്ചു. തെസ്നിയെ പറ്റിക്കാൻ ഭയങ്കര ഓപ്പണായി പറഞ്ഞ പിന്നെ പറ്റിക്കാൻ ഒരുപാട് പേരുണ്ടാവും. തെസ്നി ഒരിക്കൽ കല്ലൂർ അങ്ങനെ ഇറങ്ങി നിന്നിട്ട് എന്നെ ഒന്ന് പറ്റിച്ചു തരൂ എന്ന് നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും അല്ലേ? പക്ഷെ പറ്റിക്കാൻ കുറച്ച് എളുപ്പമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ബുദ്ധിയായി അല്ലേ? എവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്തു? അല്ല, ഞാൻ ശരിക്കും ബുദ്ധി ഉണ്ട് എനിക്ക്, ഭയങ്കര ബുദ്ധി. നമ്മൾ പുറത്ത് കാണിക്കാത്ത അല്ലേ? പുറത്ത് കാണിക്കാത്ത അല്ലേ? കാണിക്കാത്ത. നമുക്ക് വിനയം വേണം. നമുക്ക് ബുദ്ധി ഉണ്ട്, നമ്മൾ പുറത്തെടുക്കാൻ പാടില്ല അല്ലേ? ഈ ടിനി ടോം എന്താ ചെയ്തത്? ടിനി മാത്രല്ല, വിനീത് കുമാറും ഉണ്ട്, പിന്നെ ഷൈജു അടിമാലി ഉണ്ട്, പൊന്നമ്മ ചേച്ചി ഉണ്ട്. US-ലേക്ക് പോവാണ്. അപ്പം ഈ ഫ്ലൈറ്റിന്റെ മുമ്പിൽ സീറ്റ് ടു സീറ്റ് ആയിട്ടുമ്പോ ഫ്രണ്ടില് ഫോൺ ഉണ്ടാവും, ബാക്കിലുള്ളവർക്ക് സംസാരിക്കാതെ. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് മുമ്പിൽ അപ്പൊ ഇത് കാണണം, ഫോൺ കാണണം. അപ്പൊ ഞാൻ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി ഇവിടെ ഫോൺ ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി അറിയില്ല എന്താന്നറിയാം. എന്റെ അടുത്ത് പൊന്നമ്മ ചേച്ചി ഇരിക്കുന്ന കുറച്ച് കഴിയുമ്പോ എനിക്ക് ഫോൺ, തെസ്നിക്ക് ഫോൺ. എനിക്ക് ഫോൺ ഈ ഫ്ലൈറ്റിൽ ആര് വിളിക്കാനാ? ഞാൻ നെട്ടിപ്പോയി. ഞാൻ ഫോൺ എടുത്തു. ഹലോ ഹലോ, തെസ്നി ഖാൻ? യാ തെസ്നി ഖാൻ, യു ആർ എ ടെററിസ്റ്റ്? ഞാൻ പറഞ്ഞു, നോ, ഐ ആം ആർട്ടിസ്റ്റ്. ടെററിസ്റ്റ് ആണോ? നോ, ഐ ആം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെച്ചു, ചേച്ചി ഞാൻ ടെററിസ്റ്റ് ആണോ എന്നാ ചോദിക്കുന്നത്. ചേച്ചി നീ എന്തിനാ ഫോൺ എടുത്തത്? പറഞ്ഞ ചേച്ചി നീ എന്തിനാ ഫോൺ എടുത്തത്? ചേച്ചി പിന്നെ ഫോൺ വന്നാൽ പേടിച്ച് ഭയങ്കര വിറവല് വന്നു എനിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ അതിക്കൂടെ ഇങ്ങനെ ടിനിയും വിനീത് കുമാറൊക്കെ നടക്കുന്നുണ്ട്. എനിക്കറിയില്ല, അവര് നോക്കണ്ട, അവര് അറിയേണ്ടത് പ്രശ്നമോ അറിയണ്ട. അപ്പൊ ഞാൻ തല അടുത്തിരിക്കാം. ഇവര് ഞങ്ങളുടെ എക്സ്പ്രഷൻ എന്താന്ന് അറിയാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് ഇവരെ പണിയായിരുന്നു. പിന്നെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാ ഓഫീസിനും ഞാനിങ്ങനെ നോക്കാം. എനിക്ക് കള്ളത്തിനും പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റും സാറേ, എനിക്ക് ഒളിപ്പിക്കാൻ പറ്റില്ല. മുഖത്ത് വരും, എന്ത് ചെയ്താലും മുഖത്ത് വരും. അപ്പൊ എനിക്ക് അറിയാത്ത ഒളിപ്പിക്കാൻ പിന്നെ ഞാൻ ഇങ്ങനെ നടക്കാണ്. അപ്പൊ ഇവര് ഭയങ്കര ചിരി, കരയന്റെ ഒക്കിലെത്തി, കരയാനായി ഞാൻ. അപ്പോഴേക്കും ഇവര് വന്ന് സംഗതി പറഞ്ഞ് പിന്നെ ഞാൻ ഇവരോട് ഒരാഴ്ച മിണ്ടിയില്ല. പഠനമൊക്കെ എങ്ങനെയായിരുന്നു? വലിയ മിടിക്കായിരുന്നോ പഠിക്കാൻ? നന്നായിട്ട് പഠിക്കും എന്ന് വെച്ചാൽ എനിക്ക് എന്താണ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം സ്കൂളില് നല്ലൊരു എന്താണ് ഒരു 10 ഏതോ ഒരു ചെറിയ സാധനം കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോഴോ? അത് പ്രീ ഡിഗ്രി അപ്പോഴല്ലേ ഈ റെയിൽവേ സ്റ്റേഷനിലും കണ്ടുപോയിട്ട് ഒരു അറ്റകൈ പ്രയോഗം നടത്താൻ ശ്രമിച്ചത്, സൂയിസൈഡ് ചെയ്യാൻ. തെസ്നി ശ്രമിച്ചിട്ടുണ്ടോ? നീ ശ്രമിച്ചിട്ടുണ്ടോ? കടയിൽ പോയി സാധനം വാങ്ങിച്ചല്ല. എനിക്കിതുപോലെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയൊരു പ്രേമം പോലൊക്കെ ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പ്രേമൊന്നുമല്ല, ഒരു വെറുതെ ഒരു ഇഷ്ടം. അപ്പൊ ഇഷ്ടം ഉണ്ടായ ഒരാള് വേറൊരു പെണ്ണോട് എന്തോ ഒരു വാക്ക് പറയല്ലോ, ക്രഷോ. അപ്പൊ വേറൊരാളോട് സംസാരിക്കുന്നത് കണ്ടപ്പം എനിക്ക് വിഷമമായി, താങ്ങാൻ പറ്റില്ല. സംസാരിക്കുന്നത് കണ്ടോളും. അപ്പൊ ഞാൻ സ്കൂളിന്റെ ഓപ്പോസിറ്റിലെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടോന്ന് ചോദിച്ചു. അത് കഴിച്ചാൽ മരിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നില്ല. 10 ചോദിച്ചാൽ തരുമോ സാറേ? ഇല്ല. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട് സുമി ആൻസ്ലി, എന്റെ കൂടെ പഠിച്ച കുട്ടിയാ. ഞാൻ സുമി നമുക്ക് 10 മെഡിക്കൽ ഷോപ്പിൽ കയറാം. വേണ്ട തെസ്നി, ഇല്ല എനിക്ക് മരിക്കണം. അയാളോട് സംസാരിച്ച് മരിക്കണം, എന്റെ ജീവിതത്തിന് അർത്ഥമില്ലാതായി. അങ്ങനെ 10 മെഡിക്കൽ ഷോപ്പിൽ 3 മെഡിക്കൽ ഷോപ്പിൽ അയാൾ അറിഞ്ഞിട്ടില്ലല്ലോ. അയാള് പോയി സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ അടുത്ത് തന്നില്ല എനിക്ക്. അത് പിന്നെ അങ്ങനെ വിട്ടു, പിന്നെ വാങ്ങിച്ചില്ല. അപ്പൊ നമ്മുടെ മീന ആന്റിയുടെ സംഭവത്തിലേക്ക് വന്നാൽ, മീന യഥാർത്ഥത്തിൽ ഒരു ചെറിയ പീസാ കിട്ടാതെ പോയത്. കെമിസ്ട്രി മാത്രം തോറ്റു ഞാൻ. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചപ്പോ സെന്റ് പോൾസിൽ. അപ്പം വലിയ സാധനം എടുത്തല്ലേ? എനിക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഞാൻ പഠിപ്പിച്ചായിരുന്നു കുറച്ച്. അപ്പൊ ഞാൻ പഠിക്കാന്നൊക്കെ വിചാരിച്ചു അവിടെ ചെന്നു. പക്ഷെ ഇത്തിരി കുഴപ്പി ഞാൻ ക്രിക്കറ്റിലേക്ക് ഇറങ്ങി. ക്രിക്കറ്റ് കളിക്കാരിയാന്നറിഞ്ഞത് അതൊരു പുതിയ അറിവ് തന്നെ. പിന്നെ ഞാൻ ഫസ്റ്റ് ഡൗൺ ബാറ്റ്സ്വുമൻ ആയിരുന്നു ആദ്യം. ഞങ്ങൾ ശരിക്കും ആരാവേണ്ടതെന്നറിയാം. ഞങ്ങളുടെ തലയിലെടുത്ത് ഇങ്ങനെ എഴുതിയത് ഇങ്ങനെ വളഞ്ഞുപോയി. അവന് പേനയുടെ നിബിൻ എന്തോ നന്നായിട്ട് എഴുതി കൂടായിരുന്നു. അതെ, മേനോൻ സാർ പറയും, കുഞ്ഞുങ്ങളെ നിങ്ങളെ ഭയങ്കര ഇഷ്ടം, പക്ഷെ നിങ്ങൾ വന്ന ട്രാക്ക് തെറ്റിപ്പോയി. മേനോൻ സാർ പടത്തിലും കുടങ്ങളിലും ഏതൊരു വെബ് സീരീസ് വിളിച്ചില്ലേ നിങ്ങളെ അഭിനയിക്കാനായിട്ട്? ഈ തെസ്നീനെ പോലത്തെ ഒരു മന്ദമതി എന്താറിയോ, സാറിന്റെ കൂടെ സംതിങ് സ്പെഷ്യൽ ഞങ്ങൾ ഷോയ്ക്ക് പോയല്ലോ പണ്ട് 93-ല്. ആനി, സുചിത്ര, ജഗതി ചേട്ടൻ, സൈനിധൻ, ഞങ്ങളൊക്കെ കൂടെ.
അപ്പൊ അന്ന് തുടങ്ങി സാറിന് ഞങ്ങളോട് നല്ലൊരു സ്നേഹമുണ്ട്. കാരണം സാറിന്റെ അന്നത്തെ ഒരു ചെറിയ ഷോയ്ക്ക് ഇത്തിരി പ്രശ്നമായിരുന്നു. പേടിച്ചൊക്കെ പോയെന്ന്. സാറിന് പിന്നെ ഷോയിൽ കയറാനൊക്കെ പേടിയായി. പിന്നെ നമ്മളെല്ലാരും കൂടിയാണ് സാർ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ ചെയ്യണം, നമുക്ക് ഇങ്ങനെ ഇതിനൊക്കെ 22 ഷോ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷോയിൽ തന്നെ സാറ് ഭയങ്കര ഡെസ്പായി പോയി. പക്ഷെ പിന്നെ അത് ഞങ്ങള് നല്ല ഞങ്ങൾ രണ്ടുപേരാണ് അത് സാറിന് ഭയങ്കര ഇതായിരുന്നു. അത് ആനയൊക്കെ ആദ്യമാണ്. നിങ്ങളൊരു 1.5 കിലോ കരുത്ത് ഇവിടെ കൂടെ വെച്ചിട്ട് പോകണം. എവിടെങ്കിലും നമ്മൾ കരുത്തിടിയുവാണെങ്കിൽ സാർ വിളിക്കും, തീർച്ചയായിട്ടും. അല്ല അങ്ങനെ ഞങ്ങളപ്പോ സാറ് വല്ല കാലത്തും ഇങ്ങനെ സാറ് എന്തെങ്കിലുമൊക്കെ അയക്കും, ഇങ്ങനെ എന്റെ ഒരു അസുഖമാണോ യൂട്യൂബിൽ പിരിഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇങ്ങനെയാണെന്ന് അറിയാലോ. അപ്പൊ അന്ന് ഞങ്ങൾ ഒരു റൂംമേറ്റ്സ് ഞങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമില്, ഞങ്ങൾ രണ്ടുപേരും പാരന്റ്സ്, ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് നിനക്ക് ഞാനും എനിക്ക് നീന്ന് പറഞ്ഞ് ഞങ്ങളെ ഇട്ടേക്ക്. ബാക്കി എല്ലാവരും സുചിത്രയുടെ സിനിമയ്ക്ക് ടൈറ്റിൽ ആവും. അതെ അതെ അതെ, അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പൊ സാർ ഞങ്ങളുടെ ഭയങ്കര നല്ലൊരു ബോണ്ടിങ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാൻ എടുത്തോണ്ടേടി മേനോൻ സാറ് പറഞ്ഞേ നമ്മളെ രണ്ടുപേരും വെച്ച് നല്ലൊരു ഉഗ്രം വെബ് സീരീസ് സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ ആരാന്റെ മുല്ല കൊച്ചുമുല്ല എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് പണ്ടത്തെ. നീ ശ്രീവിദ്യ, ഞാൻ ലക്ഷ്മി. ഇവിടെ പറയണം. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത മര്യാദ. അപ്പൊ ഞാൻ എന്റെ പൊന്ന് ശ്രീവിദ്യ, ഞാൻ ശ്രീവിദ്യ, ഇത് ലക്ഷ്മി. എന്റെ പൊന്നെ